എവറിബഡി. അപ്പം നിങ്ങളുടെ +2 CBSEയുടെ ബോർഡ് എക്സാം ഒക്കെ ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ആ ഒരു ചൂടോടെ തന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. യെസ്, ആ ഒരു പഠിത്തത്തിൻ്റെ ആ പ്രോസസ്സിൽ നിങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്സ് പറഞ്ഞു തന്നാൽ നല്ലതായിരിക്കും അല്ലേ. അപ്പം അതിൽ വൺ ഓഫ് ദി മേജർ, അതായത് നിങ്ങൾക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു ടോപ്പിക്കാണ്, ബിസിനസ് സ്റ്റഡീസിലെ ഒരു ടോപ്പിക്കാണ് ഫങ്ഷൻസ് ഓഫ് സെബി എന്ന് പറയുന്നത്. അതായത് ചാപ്റ്റർ 10 ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു മേജർ ടോപ്പിക്കാണ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ് ഫങ്ഷൻസ് ഓഫ് സെബി എന്ന് പറയുന്നത്. അപ്പം എന്താണ് സെബി, അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് സെബി എന്താണ് എന്ന കാര്യം നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം എന്താണ് സെബി എന്ന് വെച്ചാൽ, യെസ് നമുക്കറിയാം, അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് നമുക്കറിയാം, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നറിയാം അല്ലേ. അപ്പം ഇത് എന്നാണ് നമ്മൾ തുടങ്ങിയത് എന്നാണ്, എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 12th April 1988 ഇത് തുടങ്ങിയത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങിയത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് നമ്മുടെ ആ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, അവരെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെബി, അതായത് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ തുടങ്ങിയത്. ഓക്കെ, സെബി ഇസ് എ റെഗുലേറ്ററി ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ആ കാര്യം കൂടി ഓർത്ത് വെക്കുക. എന്താണ്, ഇസ് എ അപ്പെക്സ് ബോഡി, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ അപ്പെക്സ് റെഗുലേറ്ററി ബോഡിയാണ് സെബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ, പ്രൈമറി ഒബ്ജക്റ്റീവ് ഞാൻ മുന്നേ പറഞ്ഞ കണക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക, അവരെ സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ടു പ്രൊമോട്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശവും നമ്മുടെ സെബിക്കുണ്ട്. അതുപോലെ തന്നെ ടു റെഗുലേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ നടക്കുന്ന വർക്കിങ്സ് ഒക്കെ റെഗുലേറ്റ് ചെയ്യുക എന്ന കാര്യവും എന്നുള്ളൊരു ഒബ്ജക്റ്റീവും ആർക്കുണ്ട്, സെബിക്ക് ഉണ്ട്. അപ്പം എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സെബി എന്ന് പറഞ്ഞാൽ, ടു റെഗുലേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പിന്നെ ടു പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സിൻ്റെ അവകാശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ആൻഡ് ടു എൻഷുർ സേഫ്റ്റി ഓഫ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്. അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള പൈസയാണ് അവർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ വിശ്വസിച്ചായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഹാർഡ് ഏൺഡ് മണി അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ അവരെ സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ആരാണ് ടേക്ക് ഓവർ ചെയ്തത്, നമ്മുടെ സെബിയാണ് ടേക്ക് ഓവർ ചെയ്തത്. ടു പ്രിവെൻറ്റ് ഫ്രോഡുലൻറ്റ് ആക്ടിവിറ്റീസ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തെങ്കിലും ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക, പ്രിവെൻറ്റ് ചെയ്യുക എന്ന കാര്യം. ടു റെഗുലേറ്റ് ആൻഡ് ഡെവലപ്പ് എ കോഡ് ഓഫ് കണ്ടക്ട് ഫോർ ഇന്റർമീഡിയറീസ് സച്ച് ആസ് ബ്രോക്കേഴ്സ്, അണ്ടർ റൈറ്റേഴ്സ് എക്സെട്ര. അതായത് ബ്രോക്കേഴ്സും അണ്ടർ റൈറ്റേഴ്സും ഒക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഒരു പ്രധാന പ്ലേയേഴ്സ് ആണ്, അതായത് ഇന്റർമീഡിയറീസ് ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പം അവരുടെ വർക്കിങ്സ്, അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഉത്തരവാദിത്വം ഒക്കെ ആർക്കാണുള്ളത്, സെബിക്കാണുള്ളത്. അപ്പം അവരെ റെഗുലേറ്റ് ചെയ്യുക, അവരെ ഡെവലപ്പ് ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓർ കോഡ് ഓഫ് കണ്ടക്ട് കൊണ്ടുവരിക എന്നുള്ളൊരു ഒബ്ജക്റ്റീവും ആർക്കുണ്ട്, സെബിക്ക് ഉണ്ട്. ഇനി നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ഫങ്ഷൻസ് ഓഫ് സെബി ആണ്. ഫങ്ഷൻസ് ഓഫ് സെബി 3 രീതിയിലാണ്, 3 ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ് സെബിക്കുള്ളത്. ഒന്ന് പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ, രണ്ട് ഡെവലപ്മെന്റ് ഫങ്ഷൻ, ആൻഡ് 3 റെഗുലേറ്ററി ഫങ്ഷൻ. പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, യെസ്, ആരെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്, നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഫംഗ്ഷൻ സെബിക്കുണ്ട്. അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വേണ്ടുന്ന ഡെവലപ്മെന്റ്സ് ഒക്കെ കൊണ്ടുവരാനുള്ള ഒരു ഫംഗ്ഷനും ആരാണ് ചെയ്യുന്നത്, സെബിയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് റെഗുലേറ്ററി ഫംഗ്ഷൻ, അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, കോഡ് ഓഫ് കണ്ടക്ട്സ്, ഗൈഡ് ലൈൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ പണിഷ്മെന്റ്സ്, പെനാലിറ്റീസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആരായിരിക്കും, നമ്മുടെ സെബി ആയിരിക്കും. അപ്പം അങ്ങനത്തെ കുറച്ച് ഫംഗ്ഷനും ഉണ്ട്. നമുക്ക് ഓരോന്നുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പം, യെസ്, പ്രൊഹിബിറ്റ്സ് പ്രൈസ് റിഗിങ്. എന്താണ് പ്രൈസ് റിഗിങ് എന്ന് വെച്ചാൽ, അതായത് പ്രൈസിനെ മാനിപ്പുലേറ്റ് ചെയ്യുക. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്, ആ ഒരു ഷെയറിന്റെ വാല്യൂ അല്ലെങ്കിൽ പ്രൈസ് എങ്ങനെയായിരിക്കും ഫിക്സ് ചെയ്യുന്നത്, അതിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈക്ക് അനുസരിച്ചായിരിക്കും
ആ ഒരു പെർട്ടിക്കുലർ ഷെയറിൻ്റെ വാല്യൂ ഫിക്സ് ആവുന്നതല്ലേ. അത് അങ്ങനെ അല്ലാതെ വളരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പ്രൈസ് റേഞ്ച് ഫിക്സ് ആവുന്നത് എന്ന് വെച്ചാൽ അതിനെയാണ് പ്രൈസ് റിഗ്ഗിങ് എന്ന് പറയുന്നത്. അപ്പം അതിൽ നിന്നും നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, പിന്നെ മേക്ക് മിസ്ലീഡിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് മാനിപ്പുലേഷൻ എക്സെട്ര, ഇതിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇതിനെ പ്രൊഹിബിറ്റ് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷൻ ആർക്കാണുള്ളത്? സെബിക്കുണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? യെസ്, ഇറ്റ് പ്രൊഹിബിറ്റ്സ് ഇൻസൈഡർ ട്രേഡിംഗ്. എന്തായിരുന്നടാ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് വെച്ചാൽ? അതായത് ഒരു കമ്പനിയുടെ അകത്ത് ഒരുപാട് എംപ്ലോയീസും മാനേജേഴ്സും ഒരുപാട് ഡയറക്ടേഴ്സും ഒക്കെ കാണുമല്ലേ. അപ്പോൾ ഇവർക്കൊക്കെ ആ കമ്പനിയുടെ ഏറ്റവും ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻസും അവർക്ക് ചിലപ്പം അവൈലബിൾ ആയിട്ടുണ്ടാവും, അവരുടെ അറിവിൽ കാണുമായിരിക്കും. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ ഉപയോഗിച്ച് അവർക്ക് അവരുടെ ആ ഒരു കമ്പനിയുടെ ഷെയർസിൻ്റെ പ്രൈസിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റി എന്ന് വെച്ചാൽ അതിനെയാണ് നമ്മൾ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മുടെ സെബി എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇമ്പോസിങ് പെനാലിറ്റീസ്. അത് ആരാണോ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അവർ പണിഷ്മെന്റ്സ് കൊടുക്കും, പെനാലിറ്റീസ് ഫിക്സ് ചെയ്യും. ആര് ഫിക്സ് ചെയ്യും? നമ്മുടെ സെബി ആയിരിക്കും ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തത്, സെബി അണ്ടർടേക്സ് സ്റ്റെപ്സ് ടു എഡ്യൂക്കേറ്റ് ഇൻവെസ്റ്റേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക. നമുക്കറിയാം സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പം നമ്മളവിടെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ, നമ്മുടെ പൈസ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അതിനെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ പഠിച്ച് എഡ്യൂക്കേറ്റ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പ്ലെയർ ആയിട്ട് നമുക്ക് മാറാൻ പറ്റത്തുള്ളൂ. അപ്പം അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ആ ഇൻവെസ്റ്റേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്വവും ആരുടെ കയ്യിലുണ്ട്? സെബിക്ക് ഉണ്ട്. ഓക്കെ, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക സോ ദാറ്റ് ദേ ക്യാൻ ചൂസ് മോസ്റ്റ് പ്രോഫിറ്റബിൾ സെക്യൂരിറ്റീസ്. പിന്നെന്താണ്? സെബി പ്രൊമോട്ട്സ് ഫെയർ പ്രാക്ടീസസ് പ്രൊമോട്ട് ചെയ്യും, കോഡ് ഓഫ് കണ്ടക്ട്സ് ഒക്കെ കൊണ്ടുവരും. സെക്യൂരിറ്റി മാർക്കറ്റിൽ കോഡ് ഓഫ് കണ്ടക്ട്സ് ഒക്കെ ആര് കൊണ്ടുവരും? സെബി കൊണ്ടുവരും. ആൻഡ് സെബി ഹാസ് ഇഷ്യൂഡ് ഗൈഡ് ലൈൻസ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഡിബെഞ്ചർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് സെബി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയുമാണ് നമ്മുടെ പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷനിൽ ഉള്ളത്. ആൻഡ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഫംഗ്ഷൻ, എന്താണ്? ഡെവലപ്മെന്റ് ഫംഗ്ഷൻ. അതായത് ഒരുപാട് ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സെബി അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ്സ് ആണ് കൊണ്ടുവരുന്നത്? സെബി പ്രൊമോട്ട്സ് ട്രെയിനിങ് ഓഫ് ഇന്റർമീഡിയറീസ് നമുക്കറിയാം, അണ്ടർ റൈറ്റേഴ്സ്, അതുപോലെ തന്നെ ബ്രോക്കേഴ്സ്, ഇവരെല്ലാം ഇന്റർമീഡിയറീസ് ആയിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഇന്റർമീഡിയറീസ് ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പം അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം ആർക്കുണ്ട്? യെസ്, ഒരു ഫംഗ്ഷൻ ആണ് സെബിക്കുള്ളത്. ഓക്കെ, ട്രെയിനിങ് ഓഫ് ഇന്റർമീഡിയറീസ് ഓഫ് ദി സ്റ്റോക്ക് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. ഇറ്റ് ഹാസ് പെർമിറ്റഡ് ഇന്റർനെറ്റ് ട്രേഡിംഗ്. യെസ്, ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഇപ്പം എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു മീഡിയം ഓഫ് പ്ലാറ്റ്ഫോം ആണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ഇന്റർനെറ്റിലൂടെ ഷെയർസ് ട്രേഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഫെസിലിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം ഡെവലപ്മെന്റിന്റെ ഭാഗമല്ലേ. അപ്പം ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്? സെബിയാണ്. ഓക്കെ, ത്രൂ the registered stockbrokers, SEBI has made underwriting optional to reduce the cost of issues. എന്തായിരുന്നു ഈ അണ്ടർ റൈറ്റിംഗ് അല്ലെങ്കിൽ അണ്ടർ റൈറ്റേഴ്സിന്റെ ജോലി എന്തായിരുന്നു? അതായത് ഇപ്പം ഞാൻ ഒരു കമ്പനി ഒരു ഷെയർസ് ഞാൻ ഇഷ്യൂ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എനിക്കിപ്പം വേണ്ടുന്ന ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ആണ് എനിക്ക് വേണ്ടുന്നത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കിട്ടിയില്ല. ഒരു 80 ആൾക്കാർ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ, എൻ്റെ ഷെയർസ് മേടിച്ചിട്ടുള്ള. ബാക്കി 20 സബ്സ്ക്രൈബേഴ്സും കൂടി ആയാൽ എനിക്ക് അവിടെ ഫുൾ സബ്സ്ക്രിപ്ഷൻ കിട്ടും. അപ്പം ഈ അണ്ടർ റൈറ്റേഴ്സ് ആ കമ്പനിക്ക് ഒരു ഗ്യാരണ്ടി തരും. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിലും കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ബാക്കി ഷെയർസ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തോളാം, ഞാൻ മേടിച്ചോളാം. ഇതിനെയാണ് അണ്ടർ റൈറ്റിംഗ് അല്ലെങ്കിൽ ഇവരെയാണ് അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ആരാണ് തന്നത്? നമ്മുടെ സെബി അങ്ങനെ ഒരു ഓപ്ഷൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വെച്ചിട്ടുണ്ട്. അതിലൂടെ ഒരുപാട്
ഇഷ്യൂ ഓഫ് കോസ്റ്റ് ഒരുപാട് റിഡ്യൂസ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ഗുണങ്ങളാണ് ഇതിലൂടെ ഈ സെബി നമുക്ക് തരുന്നത്. ആൻഡ് ലാസ്റ്റ് എന്താണ്, കണ്ടക്ടിങ് റിസർച്ച് ആൻഡ് പബ്ലിഷിംഗ് ഇൻഫർമേഷൻ യൂസ്ഫുൾ ടു ഓൾ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്. ഓക്കെ, റിസർച്ച് കണ്ടക്ട് ചെയ്യുക ആൻഡ് അവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഒക്കെ നമ്മുടെ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന് പബ്ലിഷ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ഫംഗ്ഷനും ആർക്കുണ്ട്, സെബിക്കുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഡെവലപ്മെന്റൽ ഫംഗ്ഷനിലായിരിക്കും വരുന്നത്. ഇനി ലാസ്റ്റ് ആണ് റെഗുലേറ്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. റെഗുലേറ്ററി ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഇത്രയുള്ള റൂൾസ്, റെഗുലേഷൻസ്, അതുപോലെ തന്നെ കോഡ് ഓഫ് കണ്ടക്ട്സ്, ഗൈഡ് ലൈൻസ്, ഇത്രയും കാര്യങ്ങളായിരിക്കും ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ദീസ് ഫംഗ്ഷൻസ് ആർ പെർഫോംഡ് ബൈ സെബി ടു റെഗുലേറ്റ് ദ ബിസിനസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ, സെബി ഹാസ് ഫ്രെയിംഡ് എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് കോഡ് ഓഫ് കണ്ടക്ട് ടു റെഗുലേറ്റ്. അതായത് കറക്റ്റായിട്ട് ആ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസും കോഡ് ഓഫ് കണ്ടക്ട്സും ഒക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് അവിടുത്തെ ഇന്റർമീഡിയറീസ്, ബ്രോക്കർ ആൻഡ് അണ്ടർ റൈറ്റേഴ്സ്, അങ്ങനത്തെ ഇന്റർമീഡിയറീസിന് കുറച്ചും കൂടി എഫീഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും അതുണ്ടാവുക. എന്നിട്ട് സെബി രജിസ്റ്റേഴ്സ് ആൻഡ് റെഗുലേറ്റ്സ് ദ വർക്കിംഗ് ഓഫ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, സബ് ബ്രോക്കേഴ്സ് എക്സെട്ര. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരുപാട് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് കാണും, സബ് ബ്രോക്കേഴ്സ് കാണും. ഇവരെല്ലാം സെബിയുടെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യപ്പെടണം. അവരൊരു സ്റ്റോക്ക് ബ്രോക്കറായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ സെബിയുടെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യപ്പെടണം. ആൻഡ് അവർ പറയുന്ന റെഗുലേഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇവരെല്ലാവരും ഫോളോ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, സെബി രജിസ്റ്റേഴ്സ് ആൻഡ് റെഗുലേറ്റ്സ് ദ വർക്കിംഗ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. നമുക്കറിയാം മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഭാഗമായിട്ട് ഒന്ന് വരുന്നതാണ് അല്ലേ. അപ്പം ഇതും നമ്മുടെ സെബിയുടെ അണ്ടറിലായിരിക്കണം രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അത് പറയുന്ന പ്രകാരമായിരിക്കും, അതായത് സെബി പറയുന്ന പ്രകാരമായിരിക്കും റെഗുലേറ്റ് ചെയ്യപ്പെടുക. ഓക്കെ, സെബി റെഗുലേറ്റ്സ് ദ ടേക്ക് ഓവർ ഓഫ് കമ്പനീസ്. കമ്പനീസ് ടേക്ക് ഓവർ ചെയ്യപ്പെടും അല്ലെ. കമ്പനീസ് ടേക്ക് ഓവർ ചെയ്യുമ്പോഴും എന്താണ്, സെബി ആയിരിക്കും റെഗുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെബി കണ്ടക്ട്സ് എൻക്വയറീസ് ആൻഡ് ഓഡിറ്റ് എന്നാണ്. Audit. SEBI conducts inquiries and audit of സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇതും നമ്മുടെ സെബിയുടെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള, അതായത് നമ്മൾ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന, നമുക്ക് എഴുതാവുന്ന ഒരു ടോപ്പിക് തന്നെയാണ് ഫങ്ഷൻസ് ഓഫ് സെബി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾ ലൈക്ക് ചെയ്യുക ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ കമൻറ്റിൽ അത് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.